കാര്യങ്ങൾ സെറ്റായിരിക്കണം. ആ അല്ല അല്ല മരുന്നുകളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെക്കണം. മരുന്നുകളുടെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടേ അവിടെ നിന്ന് എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. കണ്ടാൽ നല്ല വൃത്തിയായിരിക്കണം. ആര് വന്നാലും അവിടെ ഇഷ്ടപ്പെടണം. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ശരി. ഇങ്ങനെ ഇരിക്കുമ്പോഴില്ലേ ഭയങ്കര ഗാംഭീര്യമാണ്. നല്ല രസമാണ്. ആണോ? എടി എന്റെ പൊന്നോളെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെ, മൃഗാശുപത്രി മാറുക പുതിയ സ്ഥലത്തേക്ക്. നല്ല ഒരു സ്ഥലം കേട്ടോ, അടിപൊളി. കഴിഞ്ഞ ഇടത്തുണ്ടല്ലോ ഒരു നെഗറ്റീവ് എനർജിയാ മൊത്തം. ഒരു ഇരുട്ട് പിടിച്ച് കിടക്കുമായിരുന്നു അവിടെ. അതിന് നീ അവിടെ വന്നിട്ടില്ലല്ലോ, ചുമ്മാ അങ്ങ് തള്ളുകയല്ലേ. അല്ല, ഞാൻ സദാശിവൻ ചേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സദാശിവ നീ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. ഈ സ്ഥലം അടിപൊളി സ്ഥലമാണ്. കണ്ട പുതിയതായിട്ട് പോകുന്ന ആ സ്ഥലത്ത് ആദ്യമായിട്ട് കേറുമ്പോ എന്റെ പൊന്നുമോളും കൂടെ വരാവോ? അയ്യോ ഞാനില്ല ഇച്ചായ. എന്നാടി അങ്ങനെ പറയില്ല. എനിക്ക് ബോറടിക്കും ഇച്ചായ. ബോറടിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അവിടെ വർത്താനം പറയാൻ ആരുമില്ല. കുറെ പ്രായമായിട്ടുള്ള ആളുകൾ, അവരുടെ അടുത്തൊക്കെ ഞാൻ എന്ത് വർത്താനം പറയാനാ? പിന്നെ ആകെയുള്ളതെന്ന് വെച്ചാൽ ഒരുത്തി അവിടെ ഒരുങ്ങി കെട്ടി അവിടെ നിൽപ്പുണ്ടാവും. എനിക്കാണ് എന്നെ കാണുമ്പോ തന്നെ ദേഷ്യം വരും. നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നോക്ക് എടി, നോക്കടി. എന്തുവാ എടി, ഭർത്താവ് ജോലി ചെയ്യണ സ്ഥലത്ത് ഭാര്യയും കൂടെ ആദ്യം വരുമ്പോഴുണ്ടല്ലോ ഭർത്താവിനൊരു സന്തോഷമാണേ. ഭർത്താവിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കുടുംബത്തിന്റെ ഒരു ഐക്യം എന്ന് പറയുന്നത്, ഭർത്താവ് ഒരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുമ്പോൾ അതിനോടൊപ്പം ഭാര്യയും ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാല് അത് 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 ബാക്കി കാണുന്നവർക്കൊക്കെ ഉണ്ടല്ലോ. അതാണ് പോയിന്റ്. കാണുന്നവരൊക്കെ അവിടെ ആരാ ഉള്ളത്? കുറെ പട്ടികളും പൂച്ചകളും ആടുകളും കോഴികളും ഇതൊക്കെയാണ്. എന്റെ പൊന്നെ അലിസ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, ഞാൻ ഒരു വെറ്റിനറി ഡോക്ടർ അല്ലേ. അപ്പൊ പിന്നെ ഇതല്ലേ കാണത്തുള്ളൂ. എന്റെ ഇച്ചായ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. എടി, നീ ഇത് ജസ്റ്റ് ഒരു ഔട്ടിംഗ് ആയിട്ട് കണ്ടാ മതി. നമ്മൾ ഒരുമിച്ച് പോകുന്ന ഒരു ഔട്ടിങ്, നമ്മൾ പോകുന്നു, സന്തോഷമായിട്ട് അതെല്ലാം കാണുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. നിനക്ക് ഇവിടെ ഇറങ്ങുമ്പോ നിനക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അയ്യോ, ഭയങ്കര പോസിറ്റീവ് എനർജിയാ. ഔട്ടിംഗ് എന്നും പറഞ്ഞോണ്ട് എന്നെ എല്ലായ്പ്പോഴും എവിടെയാ കൊണ്ടുപോകണത്? ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെയാ കൊണ്ടുപോയത് ചായൻ? എവിടെ? സൂയില്. എന്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ സൂവിന്റെ അകത്ത് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറെ മൃഗങ്ങളെ കാണിച്ചു തന്ന്. ഇത് ആ മൃഗം, ഇത് ഈ മൃഗം എന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞ് അത് കണ്ട, അത് ഈ വിഭാഗത്തിൽപ്പെട്ടത്, അത് ഈ ഇനത്തിൽപ്പെട്ടത്, അതിന്റെ കാല് കണ്ട അങ്ങനെ ഇരിക്കുന്നത്, അതിന്റെ കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഫ്രാക്ചർ ആണെന്ന് തോന്നുന്നു, അത് നമുക്ക് ചികിത്സിക്കണം. എന്നെ നിർത്തി അവിടെ നിർത്തി ഇവിടെ നിർത്തിയൊക്കെ കുറെ ഫോട്ടോ അങ്ങ് എടുപ്പിച്ച്. ഇതല്ലേ ഇച്ചായൻ ചെയ്തത്? എന്തോരം ഫോട്ടോയാ. ആ ഫോട്ടോ കണ്ടിട്ടില്ലേ? അത് ഇച്ചായൻ പോസ്റ്റ് ചെയ്തില്ലേ? ഞാനും പോസ്റ്റ് ചെയ്ത്. ഇച്ചായൻ പോസ്റ്റ് ചെയ്തത് കണ്ടിട്ട് ഒരാള് കമന്റ് ചെയ്തേക്കുന്നത് കണ്ട? എന്താണ്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്, സൂര്യനെ കണ്ടവര് കണ്ടുപിടിച്ച്. പോടി അവിടുന്ന്. സൂവിലൊക്കെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള മൃഗങ്ങളെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകാൻ അറിയത്തില്ല. എനിക്ക് നിന്നോട് അപ്പൊ തോന്നിയ പോലെ പ്രേമം. ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് മൃഗങ്ങളെ കാണുമ്പോഴേ ഇച്ചായൻ എന്നോട് സ്നേഹം തോന്നുന്നത്. ഇതല്ലാതെ ഇച്ചായൻ 10 പേരറിയുന്ന കുറെ മനുഷ്യരെ കാണാവുന്ന എവിടെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകും. അങ്ങനെ ഞാനൊന്ന് സന്തോഷിക്കട്ടെ. നീ ഇപ്പൊ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. തീർച്ചയാണോ? ആണല്ലോ. മാറ്റി പറയരുത്. ഞാൻ വരുന്നില്ലെന്ന്. എന്നെ വേറെ എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ട്, ഈ സൂ അല്ലാത്ത എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകും. ഈ സൂല് പോയി ഞാൻ മടുത്ത്. കഷ്ടമാണ് കേട്ടാ. എന്ത് കഷ്ടം? മൃഗങ്ങളെ കണ്ടിട്ട് മടുപ്പ് തോന്നുന്നു. നിനക്ക് മനുഷ്യത്വം ഉണ്ടോ? എന്റെ പൊന്നോ, പുറത്തു പോയാലും മൃഗങ്ങളെ കാണുന്നു, വീട്ടിൽ ഇരുന്നാലും വേറൊരു വലിയ മൃഗത്തിനെ കണ്ടോണ്ടാ ഞാൻ. മനുഷ്യരെ കാണാതെ ഞാൻ ചാവും ഇവിടെ കിടന്നു. മനുഷ്യരെ കാണാതെ ഞാൻ ഒന്നും പറയുന്നില്ല. നീ വരുന്നില്ലേ? വരണ്ട. അതിന് മുട്ടാപ്പോക്ക് ന്യായം പറയണ്ട. വരണ്ട. നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തിന് കൂടെ നിൽക്കരുത്. എങ്ങനെ വേണം ഭാര്യമാരായ? തിരിച്ചിങ്ങോട്ടും വേണം സന്തോഷം. നീ വരണ്ട. വരുന്നില്ല. ഇതിന് വരുന്നുണ്ടാവുമല്ലോ അല്ലേ? പവിത്രനെ വിളിക്കാതിരിക്കുവായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ. മൃഗാശുപത്രി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുമല്ലേ? എന്നിട്ട് ഭയങ്കര ടീമാട്ടോ. എല്ലാ കാര്യത്തും ഞാൻ കൂടെ നടക്കുന്നതല്ലേ. ഈ കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറയാറുണ്ട്. മോശമായി പവിത്ര കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. ഞാൻ മനഃപൂർവ്വം വിട്ടതല്ല. അതല്ല, ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ വരാൻ പറഞ്ഞ. ഇന്ന് രാവിലെ 9:30 ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പവിത്രം വരണം. തീർച്ചയായിട്ടും. എന്നാ പ്രത്യേകിച്ച് വല്ല പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണമെങ്കിൽ കാശ് വേണ്ടേ? നമ്മളേത് എവിടെയാണ് കാശിരിക്കുന്നത്? ഈ ബിൽഡിങ്ങിലേക്ക് മാറി ഇതൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്തെടുക്കാൻ ഞാൻ പെട്ട പാടി എനിക്ക് മാത്രമേ അറിയൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. ഇനി വല്ല പൂജയോ പ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഹോമമുണ്ട്. ഹോമം നടത്തുന്നുണ്ടോ? അത് നല്ല പരിപാടിയാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ഹോമം ചെയ്യുന്നുണ്ട്. എൻ്റെ പവിത്ര മണ്ടത്തരം പറയല്ലേ. സർക്കാർ കെട്ടിടമാണ്.
പ്രാർത്ഥനയും പൂജയും ഒന്നുമില്ല. അത്യാവശ്യം ഒരു വിളക്ക് കത്തിച്ച് അകത്ത് കയറും. പിന്നെ ജിലേബിയോ ലഡു അങ്ങനെ എന്തെങ്കിലും, അതൊക്കെ ദിവാറിന്റെ ഏർപ്പാടാണ്. അങ്ങനെയാ വന്നിരിക്കണം. തീർച്ചയായിട്ടും ഞാൻ വരും. ആ അല്ല ആലീസ് വരുന്നില്ലേ? ആ, അവിടെ വന്നിട്ട് ആരെ കാണാനാ? ഏ? വല്ല മന്ത്രിമാരോ സിനിമാ നടന്മാരൊക്കെ ആയിരുന്നെങ്കിൽ കാണായിരുന്നു. ഇതൊരു ഡോക്ടറും ഉണ്ട്, 2 സ്റ്റാഫും ഉണ്ട്, കുറെ പട്ടി, പൂച്ച, ആട്, കഴുത, ഇതൊക്കെയല്ലേ ഉള്ളു. ഈ ഡോക്ടറെ പോവുകയാണെങ്കിൽ ഡെയിലി കണ്ട് 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 എനിക്ക് മതിയായി. അവിടെ അങ്ങനെ കഴുതകളെ കൊണ്ടുവരാറില്ല. ഇവള് വന്നാൽ കഴുതയും കൂടെ ആവും. ഞാൻ പറഞ്ഞതാണേ, വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ഡോക്ടറുടെ ഭാര്യ വന്നില്ലെങ്കിൽ നാട്ടുകാർ ശ്രദ്ധിക്കത്തില്ലേ? പിന്നെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇനി നീ വരണ്ട. കഴുതയെ ചികിത്സിക്കാൻ എനിക്ക് അറിയത്തില്ല. ആണോ? കഴുത ആലീസ് എന്തോ മണ്ടത്തരം ആലീസ് കാണിക്കുന്നത്. എന്ത് വേണ്ടതരം? പോകുന്നില്ലെന്ന് അങ്ങ് വെച്ചേക്കോണു. പക്ഷെ എന്റെ ദൈവമേ, ഇന്ന് 9:30 ആ നേരത്ത് ഈ പറയുന്ന മൃഗാശുപത്രിയിലെ സ്റ്റാർ ആരാ? ഡോക്ടർ. ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റാർ ആരാ? ഡോക്ടറുടെ ഭാര്യയായ ആലീസ്. ദേ ഷൈൻ ചെയ്യാൻ ഇതിൽ പരം വേറെ സ്ഥലം കിട്ടുമല്ലോ കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയുക. അവിടെ വന്നിട്ട് ആരെ കണ്ട് ഷൈൻ ചെയ്യാനാ? ആരെ കണ്ട് ഷൈൻ ചെയ്യാനാണോ? ആ, ഈ ഡോക്ടർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്ക്? അവിടുത്തെ സ്റ്റാഫിനാണോ? അവിടുത്തെ സ്റ്റാഫായ ഇന്ന് അനുരാധയുടെ വരവൊക്കെ ഒന്ന് കാണണം. പട്ടുസാരിയും എടുത്തുകൊടുത്ത് കുറെ മേക്കപ്പും ചെയ്ത് കുറെ ആഭരണങ്ങൾ പാരിത്തെറ്റി മുല്ലപ്പൂ ഒക്കെ ഇട്ട് ഇന്ന് അവിടെ താണ്ടവായിരിക്കും അവിടെ നടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. എന്റെ ആലീസ് അങ്ങനെയല്ല. ആലീസ് വരണം. ആലീസ് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങിയുണ്ടല്ലോ, ഈ പറയുന്ന അനുരാധ ഓടും. അവിടെ പൊടി പോലും അവിടെ കാണുമല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇനി ഇങ്ങനൊരു അവസരം കിട്ടി ഇന്ന് വരത്തില്ല. ഞാൻ ഇറങ്ങാം. കാരണം 9:30 ആകുമ്പോൾ എനിക്ക് അവിടെ ചെല്ലാനുള്ള അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ടൊക്കെ പോര്. നീങ്ങീരേ. എന്താ ചെയ്യാൻ? ഒന്നുമില്ല. ചായ എടുക്കട്ടെ. ചായ വേണ്ട. നല്ല ബൂസ്റ്റ് ഇട്ട്, നല്ല റേഷ്യോ ഒക്കെ കറക്റ്റ്. ബൂസ്റ്റ് ഇട്ട് ചായ ഏത്? പാല് തിളപ്പിക്കണം, എന്നിട്ട് അതിലോട്ടൊരു ബൂസ്റ്റ് ഇട്ടിട്ട് ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഞാൻ പൊള്ളിയായിരിക്കും. എടുക്കട്ടെ ഒരെണ്ണം. എനിക്കിപ്പ ചായ വേണ്ട. എന്താ വേണ്ടാത്തത്? വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഈ സമയത്ത് ചായ കുടിക്കാം. നീ കൈയെടുത്തേ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ വന്നിങ്ങനെ തൊട്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പറയാനുണ്ടെന്ന്. പറ. ഞാനേ ആ അടുക്കളയിൽ പോയി ഒന്ന് കുറേ സമയം ആലോചിച്ചു കേട്ടോ. ഈ ചായ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യമില്ലേ എന്ന്. ഏത് കാര്യത്തില്? ഇപ്പൊ ഈ ചായനൊരു പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറുകയാണ്, പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർക്ക് ഒരു ആഗ്രഹമില്ലേ വൈഫിനെയും കൊണ്ട് പോണോന്നുള്ളത്? ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? അതിന് നിൽക്കാൻ ഞാൻ എന്തൊരു വൃത്തികെട്ടവളാണല്ലേ ഈ ചായ. സത്യം. ഇങ്ങനെ അർത്ഥം മുറിച്ച് പറയരുത്. പറയാൻ വന്നത് പറയട്ടെ. ഞാനല്ലല്ലോ പറഞ്ഞ, നീയല്ലേ പറഞ്ഞ. നീ വരണ്ട. ഞാൻ വരും. നീ വരണ്ടെന്ന്. നിനക്ക് സൂയിൽ പോയത് പോലും ഇഷ്ടപ്പെട്ടില്ലല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇച്ചായ മൃഗങ്ങളെ കാണാൻ ഇഷ്ടമല്ല, എന്റെ കെട്ടിടത്തിനെ കാണാൻ ഇഷ്ടമല്ല, എന്റെ ജോലി സ്ഥലത്ത് വരാൻ ഇഷ്ടമല്ല. എന്റെ ഇച്ചായ ഞാൻ പറയുന്നൊന്ന് കേക്ക്. സത്യമായിട്ട് സൂയിൽ പോയത് എനിക്കല്ല ശരിക്കും ഇഷ്ടമായത്. എന്നെ വിളിച്ച് എന്നെ 2-3 കൂട്ടുകാരികൾ പറഞ്ഞ്, എന്റെ ആലീസേ നിനക്ക് എന്തൊരു ഭാഗ്യമാണ് ഇങ്ങനെ സൂയിൽ പോയാലോന്ന്. ഞങ്ങളെയൊന്നും ഞങ്ങളുടെ കെട്ടിയന്മാർ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണില്ല എന്ന്. സത്യമായിട്ടും അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇച്ചായൻ എന്നെ എന്തൊരു നല്ല സ്ഥലത്തല്ലേ കൂടെ. ഞാൻ അതിന്റെ വിലയൊന്നും ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇച്ചായ അതെന്താ അങ്ങനെ? പിന്നെ എനിക്കൊരു സംശയമുണ്ട് ചായ. നമ്മൾ അന്ന് കണ്ടില്ലേ ഒരു മാന്, മറ്റേ കാലിന് ഫ്രാക്ചർ ആയ ആ മാന്റെ കാല് ശരിയായിട്ടുണ്ടാവോ? എന്നാത്തിന്റെ കേടാ? ഒന്നും കൂടെ പോണം ചായ ആ സൂയില്. എനിക്ക് ആ മാനെ ഒന്ന് കാണണം, അതിന്റെ കാല് ശരിയായോ നോക്കണം. അടുത്ത ആഴ്ച നമുക്ക് ഒന്നും കൂടെ പോണം. എന്തായാലും ഈ ഫംഗ്ഷന് ഞാൻ വരുന്നുണ്ട്. നീ വരണ്ട. ഞാൻ വരും. നീ വരൂല. ഞാൻ വരും. നീ വരില്ല എന്ന് പറഞ്ഞാൽ നീ വരില്ല. നീ എന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് അക്ഷരം പ്രതി ഇപ്പോഴും ഓർമ്മയുണ്ട്. നിന്നെ ഞാൻ പുറത്തു കൊണ്ടുപോകുന്നില്ല. നിന്റെ അപ്പച്ചനെ നിന്റെ കൂട്ടുകാർ നിന്നെ കളിയാക്കുന്നു. നിന്നെ ഞാൻ ഇതുവരെ അങ്ങോട്ട് എൻ്റെ എല്ലാ കാര്യത്തിലും നിന്നെ ഇടപെടിക്കുന്നില്ല. നിന്നെ ഞാൻ ആകെ കൊണ്ടുപോയത് സൂവിൽ മാത്രമാണ്. എൻ്റെ വർക്കിംഗ് സ്പേസ് നിനക്ക് കാണണ്ട. അവിടെ ബോറാണ്, മൃഗങ്ങൾ മാത്രമേ വരാറുള്ളൂ. നിനക്ക് ആ സ്ഥലത്തേക്ക് പോവുകയും വേണ്ട. നമ്മുടെ ഫാമിലി ബോണ്ടിങ് നിനക്ക് നാട്ടുകാരെ മൊത്തം കാണിക്കാൻ വേണ്ടെന്ന് നീ പറഞ്ഞതാ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ.
ഞാൻ വെറുതെ എൻ്റെ അപ്പോഴത്തെ മൂഡ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഓക്കെയാണ്, ഞാൻ എന്തായാലും വരുന്നുണ്ട്. നമുക്ക് രണ്ടു കൂടെ അടിച്ച് പൊളിച്ച് പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും എനിക്കൊന്ന് പരിചയപ്പെടുത്തിയൊക്കെ തരണം. തീർച്ചയാണോ? എന്നാ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നീ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടാ. കാര്യം ഞാൻ രാവിലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സത്യത്തിൽ വിഷമമായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴേ നീ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പിന്നെ ആലോചിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് നീ ഇപ്പൊ ഈ വന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ എന്റെ മനസ്സങ്ങ് ആ, അതുകൊണ്ട് നീ വരണ്ട, നീ വരുന്നില്ല. അതെന്താ ഞാൻ വന്നാല് നീ വരണ്ടെന്നേ. എത്ര നേരമായിട്ട് ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കാം. വരണ്ടെന്നാണല്ലോ ഇച്ചായൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, വരണ്ടെന്ന് പറഞ്ഞ വരണ്ട, അത്ര തന്നെ. എനിക്ക് മനസ്സിലായി എന്താ കാര്യമൊന്ന്. എന്താ കാര്യം? അവളവിടെ ഒരുങ്ങിക്കെട്ടി നിപ്പുണ്ടാവൂല. അപ്പൊ അവളുടെ മുമ്പിലോട്ട് എന്നെ ഇച്ചാരി കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് തന്നെ കാര്യം. എന്നെ വർത്താനാടി ഞാൻ അത് തന്നെ കാര്യം. നീ ഇങ്ങനെ കരുത്തിനൊത്ത് നീ ഇങ്ങനെ അഭിപ്രായം മാറ്റിക്കൊണ്ടിരുന്ന നീ അങ്ങനെ മാറ്റണ്ടെന്നേ. നീ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെ. നീ ആദ്യം പിടിച്ചാൽ നിക്ക്, നിന്റെ നിലപാട് മാറ്റണ്ടെന്ന്. ഇച്ചായ സത്യം പറ, ഇച്ചായ നേരത്തെ വന്ന് എന്റെ അടുത്ത് ഒരു ഭംഗിവാക്കി പറഞ്ഞതല്ലേ എന്നെ കൊണ്ടുപോകാന്ന്. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് അവൾ അവിടെ ഉണ്ടാവല്ലോ. ഇപ്പൊ പറയുക ഞാൻ വരണ്ടാന്ന്. അതെ, എനിക്ക് അവളുടെ മുന്നിൽ ഭയങ്കര ആളാവണം, അവളെ കുറെ കാണിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നീ വരണ്ടെന്ന് പറഞ്ഞ. നീ വരണ്ട. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കുമല്ലോ. ഇച്ചാൻ എന്നെ കൊണ്ടുപോയില്ലല്ലോ, ഞാൻ അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടാവും. നമുക്ക് കാണാമല്ലോ ആ ഏരിയയിൽ നീ അങ്ങനെ വന്നോണ്ടല്ലോ. എന്റെ സ്വഭാവം പറഞ്ഞു. നീ വരണ, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലല്ലോ. ഇറങ്ങണ്ട, നീ ഇവിടെ ഇരുന്നോ, നീ അടുക്കളയിൽ ഇരുന്നോ. ഇല്ലെങ്കിൽ നീ ഒരു കാഞ്ച കട്ടിൽ പോയി കിടന്നിട്ട് മൊബൈൽ കുത്തിയിരി. മര്യാദക്ക് എന്നെ കൊണ്ടുപോയിക്കോ. കാണാമല്ലോ, നീ പോയതുപോലെ തന്നെ. ഉറപ്പാണ് എന്നെ കൊണ്ടുപോകത്തില്ലേ? ഇല്ല ഇച്ചായ, ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞത്. ഇച്ചായ, എനിക്ക് സത്യമായിട്ട് എന്റെ ഇച്ചായനാണ് സത്യം. ഇച്ചായനോട് പുറത്തു പോകാൻ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അത് സൂയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൊണ്ടുപോയി ഇച്ചായ, പ്ലീസ് ഇച്ചായ. എനിക്ക് അവിടെയൊക്കെ എല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇച്ചായൻ്റെ അടുത്തിങ്ങനെ നിന്നിട്ട് ഞാൻ ചെറുച്ചുട്ടിയുടെ ഭാര്യ ആലീസ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും കൊതിയുണ്ട് ഇച്ചായ. കൊണ്ടുപോയി ഇച്ചായ. ആലീസേ, സീരിയസ് ആയിട്ട് ചോദിക്കും, മനസ്സിൽ തട്ടി ചോദിക്കുക. നീ ആഗ്രഹിച്ച് പറയുന്നതാണോ? സത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച് പറയുക. എനിക്ക് ഇപ്പോഴും എന്റെ തെറ്റ് മനസ്സിലായത്. ഇച്ചാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ സമ്മതിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര നേരം അനുഭവിച്ചത്. എന്റെ കൊച്ചു മനസ്സിൽ തട്ടിയാണ് പറയുന്നതെങ്കിൽ എന്റെ കൂടെ എന്റെ കൊച്ചു വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് വിളിച്ചത്. അപ്പോ ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. തീർച്ചയാണല്ലോ? തീർച്ച. എന്റെ കൂടെ എന്റെ കൊച്ചു വരുന്നുണ്ട്. ഉറപ്പായിട്ട് വരുന്നുണ്ട്. എന്നാ കൊണ്ടുപോവാ. എന്നാ കൊണ്ടുപോകാം. ശരി, ഓക്കെ, ഡൺ. ഞാൻ വരുന്നുണ്ട്. പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ. എന്ത് സ്വഭാവമുണ്ട്. മീനാക്ഷി, അതെ, അടുക്കളയിലെ കാര്യമൊക്കെ ഒന്ന് നോക്കിക്കോണം. ഞാൻ ഇച്ചായൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. നിന്റെ പതിവില്ലാത്തൊരു പോക്ക്. ഇച്ചായന്റെ മൃഗാശുപത്രിയൊക്കെ പുതിയൊരു ബിൽഡിങ്ങിലോട്ട് മാറുക. അപ്പൊ അവിടെ ഭയങ്കര വലിയ പരിപാടിയൊക്കെയാ. ഇച്ചാനാണെങ്കിൽ ഒരേ നിർബന്ധം ഞാനും കൂടെ ചെല്ലണമെന്ന്. പിന്നെ ആഗ്രഹമല്ലേ, പോവാന്ന് വിചാരിച്ചു. എന്റെ ആലീസ് നിന്റെ വല്ല ആവശ്യമുണ്ടോ? അവിടൊക്കെ പോയി വെറുതെ വില കളയരുതേ. കാര്യത്തിന് ആലീസിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്. ഡോക്ടറാണെങ്കിൽ അവിടുത്തെ മൃഗ ഡോക്ടറും. എന്നാലും അതൊരു മൃഗാശുപത്രി അല്ലേ? ആലീസിനെ പോലുള്ളവർക്ക് ചെന്ന് കയറാൻ പറ്റിയ സ്ഥലമാണോ അത്? ആണോ? അല്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു. അപ്പോഴാണ് പവിത്രൻ ഒരു കാര്യം പറഞ്ഞത്. എന്ത്? ഹോസ്പിറ്റലിലെ അനുരാധ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാഫ് ഉണ്ട്. ഭയങ്കര പൊങ്ങച്ചക്കാരിയാ. ഇങ്ങോട്ട് നോക്ക്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം അവൾക്കാന്ന് പറഞ്ഞിട്ട് അവള് നടക്കുന്നത്. ഇന്ന് ഒരുങ്ങി കെട്ടി അവൾ അവിടെ ഉണ്ടാവും, നല്ല ഷോയും ഇറക്കും. അപ്പൊ ഞാൻ അവിടെ ഉള്ളത് നല്ലതാ. ഞാൻ തിരിച്ചേ പറയൂ, ആലീസ് പുറത്തുനിന്നുള്ള ഒരാളാ. അവർക്ക് അവരുടെ സ്ഥാപനമാ, അവരവിടെ ഷോ കാണിക്കും. ആലീസ് അവിടെ ഒറ്റപ്പെടുകയും ചെയ്യും, വിഷമിച്ച് നിൽക്കുകയും ചെയ്യും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആലീസിന്? ഉണ്ടോ? പിന്നെ ഈ അനുരാധയെ ആലീസിന് മുമ്പേ പരിചയമുണ്ടോ? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇനി അങ്ങോട്ട് ചെന്നാൽ വീണ്ടും അവരെ പരിചയപ്പെടും, പിന്നെ അടുപ്പമാകും, പിന്നെ അതിന്റെ കെയർ ഓഫിൽ ഈ വീട്ടിൽ കയറി ഇറങ്ങുകയും ചെയ്യും. ഇതിന്റെ ആവശ്യം ഉണ്ടോ? ഇത്തരം പെണ്ണുങ്ങളുടെ രീതി അതാ. ഭാര്യമാരെ സോപ്പിട്ട് അടുപ്പം ഉണ്ടാക്കി അതിന്റെ മറവിൽ ഭർത്താവുമായിട്ട് ലോക്യം കൂടുക. വെറുതെ എന്തിനാ വഴിയിൽ പോകുന്ന വയ്യാവലി എടുത്ത് തോളത്ത് വെക്കുന്നത്? എടി, നമ്മൾ സൂയിൽ പോയപ്പോഴേ എടുത്ത ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നോ? അതങ്ങ് മാറ്റിക്ക്, പിന്നെ എങ്ങനെ പോസ്റ്റ് ചെയ്യാം. ആണോ? നീ എന്നാ റെഡിയാവാത്തെ? എത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞതാ റെഡിയാവാനായിട്ട്. എടി, നിനക്ക് കൺഫ്യൂഷനായി. എന്തിന്റെ കൺഫ്യൂഷൻ? സാരിയും ബ്ലൗസും സെലക്ട് ചെയ്യാനായിരിക്കും.
ഒരു കാര്യം ചെയ്യ്, ഓരോന്നായിട്ട് എടുത്തോണ്ട് വാ. എന്നിട്ട് ഇച്ചായ ഇത് കൊള്ളാമോ, ഇച്ചായ ഇതാണോ ഞാൻ ഇടേണ്ടത്, അതല്ല ഈ ചുരിദാറാണോ സാരിയാണോ എടുക്കുന്നത്, ഏതാന്ന് വെച്ചാൽ കൊണ്ടുതാ, ഞാൻ സെലക്ട് ചെയ്ത് തരാം. ആ കൺഫ്യൂഷൻ അല്ല ഇച്ചായ. പിന്നെ എന്ത് കൺഫ്യൂഷൻ എന്റെ കൊച്ചിന്. വേറൊരു കാര്യത്തിനെ പറ്റിയിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ കൺഫ്യൂഷൻ മാറി. എന്നായിരുന്നടി? ഇച്ചായ, ഓ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിക്കായിരുന്നേ. ഉം. ഇച്ചായൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം, അതെ അതായത് വെറ്റിനറി ഹോസ്പിറ്റല്. അതെ. അവിടെയാണെങ്കിൽ ഇച്ചാനാണെങ്കിൽ വെറും ഒരു സ്റ്റാഫ് അല്ല, ആ. അവിടുത്തെ മെയിൻ ഡോക്ടറാണ്. ആ ആ ഒരു ഹോസ്പിറ്റലിൽ വേറൊരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു. അതെ 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 അതെ. ഇച്ചായനാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഇച്ചായനിലായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലടി അവിടെ. ആണ്. ഇച്ചായനാണെങ്കിൽ അവിടെ വരുന്നവരെ മൊത്തം മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അങ്ങനെ നമ്മള് മാനേജ് ചെയ്യുന്ന വേണ്ട, ഒരു വരും അവിടെ കാര്യങ്ങൾ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും അല്ലടി അത്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ചായനെ എന്നെ കെട്ടിയൊരുങ്ങി കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന ഈ ചായനെ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വരുന്നവരെ നോക്കാൻ പറ്റുന്നില്ല. ആകെപ്പാട് ഈ ചായന് കൺഫ്യൂഷനാ. എന്റെ ആണെങ്കിൽ വൃത്തികെട്ട സ്വഭാവം വെച്ചിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പറയും എന്നെന്താ മൈൻഡ് ചെയ്യുന്നത്, എന്നെന്താ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നേ, അത് ഇച്ചായന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒന്നുമില്ല എന്റെ പൊന്ന ആലിസ, എന്റെ പൊന്നു മോള് വരുന്നത് എനിക്ക് സന്തോഷമാടി. സന്തോഷമൊക്കെ എന്റെ കാര്യം നോക്കാനും എനിക്ക് പറ്റും, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് നോക്കാൻ പറ്റും, ഹോസ്പിറ്റലിൽ വന്ന മൃഗങ്ങളെയൊക്കെ നോക്കാൻ പറ്റും. ഞാൻ എന്താ അവിടെ ചെയ്യുന്നത്, എന്റെ ജോലി എന്താന്നൊക്കെ നിനക്ക് അറിയണ്ടേ? അതൊക്കെ ശരി തന്നെ ഇച്ച, അതൊക്കെ കാണുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇച്ചായന്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കും. ദൈവമേ, എന്റെ അലസ് വെച്ച് അവിടെ നിൽക്കുന്നില്ല, എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. എന്നാന്ന്? ഞാൻ വരുന്നില്ല. നിനക്കെന്നാടി ഭ്രാന്താണോ? എന്ത്? കുറച്ചു നേരത്തെ പറഞ്ഞു നീ വരുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ വന്നിട്ട് പറഞ്ഞു നീ വരുന്നു എന്ന് പറഞ്ഞു, ഇപ്പൊ വരുന്നില്ലെന്നാ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആലോചിക്കണം. നമുക്ക് ആലോചിച്ചിട്ടേ ഒരു നല്ല തീരുമാനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിന് ഇച്ചാൻ കിടന്ന് ചാടണേ എന്തിനാ? നിനക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് എന്റെ തലയിലോട്ട് ഇടാൻ നോക്കരുത്, എന്നെ ഭ്രാന്താക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഭ്രാന്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇച്ചായന് കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞ ഞാൻ വരുന്നില്ല എന്ന് ഇല്ല, നീ വരണം. നീ നിന്നെ കൊണ്ടുപോയിരിക്കും. ആഹാ, ഒരു പ്രാവശ്യം വേറൊന്നും, പിന്നെ ഒന്ന് വേറൊന്നും. എന്തേത് ഇത് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ അറിഞ്ഞോളൂ ഈ കാര്യം. അതുകൊണ്ട് ഇച്ചാൻ എന്നെ വേറെ വല്ലവരും വിളിച്ചു പറഞ്ഞ? വേറെ വല്ലവരും വിളിച്ചു പറഞ്ഞു? ആരോടെ വിളിച്ചു പറയണേ? ഞാൻ ഇച്ചായനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണോ അവള് വരുന്നുണ്ടെന്ന്? എന്തിന് വിളിച്ചു പറഞ്ഞില്ലേ ഇച്ചായ? ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ഭാര്യ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ആരോട് വിളിച്ചു? ആരെ വിളിച്ചു പറഞ്ഞു? അവിടെ ഓഫീസിൽ. ആരോടും അല്ല വിളിച്ചു പറഞ്ഞത്, മറ്റവളടുത്താ വിളിച്ചു പറഞ്ഞത്. ആലീസ് വരുന്നുണ്ട്, നീ കുറച്ച് കെയർഫുൾ ആയിട്ട് നിന്നോ, നമ്മൾ തമ്മിൽ അധികം പരിചയമൊന്നും കാണിക്കരുതെന്ന്. ഏതാ മറ്റവള്? മറ്റവള് ഒരുങ്ങിക്കെട്ടി ഒരുത്തി അവിടെ നിൽക്കുമല്ലോ എപ്പോഴും. അവളോട് പറഞ്ഞില്ലേ ഇച്ചായൻ? അനുരാധയോട്. അനുരാധയോട് പറഞ്ഞില്ല, ഞാൻ ഇതിന് പറയണം? ഇച്ചായ കളി എന്നോട് ഇറക്കല്ലേ. ഇത് തന്നെയാ കാര്യം. ഇച്ചായൻ ഇപ്പൊ അവളെ വിളിച്ചു പറഞ്ഞ് ആലീസ് വരുന്നുണ്ട്, നീ കുറച്ച് കെയർഫുൾ ആയിക്കോണോന്ന്. ഇനി ഇച്ചായന് മാറ്റി പറയാൻ ബുദ്ധിമുട്ട്. ഇനി ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പ്രാന്തായി ഞാൻ എന്ത് ചെയ്യൂന്നറിയത്തില്ല കേട്ടോ. എനിക്ക് ഭ്രാന്തായ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ വരാത്തതിന്റെ കാരണം പറയാം. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ അനുരാധ ഭയങ്കര പരിചയമായിട്ട് എന്റെ അടുത്തോട്ട് വരും. ആ പരിചയത്തിന്റെ പേരിൽ ആ പരിചയം പുതുക്കാൻ വേണ്ടിട്ട് അവൾ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് എന്റെ മുമ്പിൽ കൂടെ ഇച്ചായനെ വന്ന് കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് തലയ്ക്ക് പ്രാന്താണ്, നിനക്ക് തലയ്ക്ക് പ്രാന്ത്. നിനക്ക് ചികിത്സ വേണം, ചികിത്സ. ഓ, ഞാൻ എന്തായാലും ഇവിടെ ചികിത്സിക്കാൻ വരത്തില്ല, വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിച്ചോളാം. ഒരു സമയത്ത് വന്ന് വരുന്നു, അടുത്ത സമയത്ത് വന്ന് വരുന്നില്ല, ഇപ്പൊ വന്ന് പിന്നെയും വരുന്നില്ല, വരുന്നില്ല. അല്ലേ, ഇതെന്തൊരു പാട്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വരും, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ വരുന്നുണ്ടെന്ന് പറയും. നീ എണീറ്റ് പോയ എന്റെ അടുത്തുനിന്ന്, എന്റെ കൺമുന്നിൽ കണ്ടുവരുന്നു നിന്നെ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്ന് ഹോസ്പിറ്റലിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമായിട്ട് അതൊന്നും അറിയിക്കാനുള്ള സാമാന്യ മര്യാദ ഡോക്ടർ കാണിച്ചില്ല. അയ്യോ സോറി കേട്ടോ, ഞാൻ 2-3 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. മാഷിനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു, ഈ തിരക്ക് കാരണം പറ്റാത്തത്. എത്ര തിരക്കാണെങ്കിലും ഒരു ഹൗസ് ഓണർ എന്ന നിലയ്ക്ക് എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു. സോറി മാഷെ. സാരമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആണോ? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്റെ വാടകക്കാർ വേറെയും ഉണ്ടല്ലോ. അതാരാ? അറിയില്ലേ? ഡോക്ടർക്ക് അറിയില്ലേ? അനുരാധ. അവർ എന്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അനുരാധയോ? അനുരാധ ഇതുവരെ പറഞ്ഞിട്ടില്ല മാഷ് കൊടുത്ത വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നതെന്ന്. പറയില്ല. അവരും ഞാനും തമ്മിൽ ഒട്ടും നല്ല ബന്ധത്തിലല്ല. അഹങ്കാരികളായ സ്ത്രീകളെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ലത് ഡോക്ടർക്ക് അറിയാമല്ലോ. അതിന്റെ മാഷ എന്റെ മുഖത്തേക്ക് പറയുന്നത്? കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എന്റെ ഒരു ശീലമായി പോയി. അല്ല, ഞാൻ വെറുതെ പോയപ്പോ ഇതുവഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ ഡോക്ടറിനെ ഉദ്ഘാടനത്തിന് വിളിക്കാത്തന്റെ പരിഭവം എന്ന് പറയാന്ന് കരുതി. മാഷെ അത് ഓർമ്മിപ്പിക്കൽ. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഫോണൊന്നും എടുത്തോട്ടെ. അപ്പൊ മാഷെ സമയം കിട്ടുമ്പം ആശുപത്രിയിലൊന്ന് ഇറങ്ങണേ.
സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറാൻ പറ്റിയ സ്ഥലമാണല്ലോ മൃഗാശുപത്രി. പക്ഷേ എന്നാ പിന്നെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പുള്ളിയോട് ദേഷ്യപ്പെടരുത്. ആ. മാഷേ മാഷിന്റെ വീട്ടിൽ എത്ര വർഷമായിട്ട് ഈ അനുരാധ താമസിക്കുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായോ? വാടക കൂട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവര് കേട്ടിട്ടില്ല. മിക്കവാറും ഞാൻ അവരെ അവിടെ ഇറക്കി വിടും. അവൾ എങ്ങനെയാ ആള്? അഹങ്കാരി, ധിക്കാരി, ആളുകളുടെ മുമ്പിൽ കേമത്തരം കാണിക്കാൻ മിടിക്കുക. ഇന്നത്തെ ഉദ്ഘാടനത്തിന് കണ്ടോളൂ അവരുടെ പ്രകടനം. ഡോക്ടറെക്കാൾ ആളുകളെ ശ്രദ്ധിക്കുന്നത് അവരെയായിരിക്കും. പിന്നെ ചെറുപ്പക്കാരനായ ഡോക്ടറും ചെറുപ്പക്കാരിയെ LSIയും കൂടെ നടത്തുന്ന പ്രോഗ്രാം അല്ലേ, ഗംഭീരമാകാതിരിക്കോ? അല്ല, ആലീസ് പോകുന്നില്ലേ? ഞാനെങ്ങും പോണില്ല. ഡോക്ടറും അനുരാധയും കൂടി അവിടെ തകർക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ആലീസ് അത് കണ്ടു നിൽക്കേണ്ടി വരും. ഒന്നാമതേ അവളൊരു മരം കയറിയ, ഇങ്ങനൊരു ഫംഗ്ഷൻ കൂടി വരുമ്പോ അവള് വിട്ടുകളയോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.